എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വണ്ടൂർ എന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു മലയിൽ വന്നിരിക്കുകയാണ്. ഇത് വണ്ടൂർ പാണ്ടിക്കാട് റോഡാട്ടോ. ഈ മേലക്കൂടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന വഴി കൂടെ വന്നു. ഇങ്ങോട്ടാടോ കയറി പോകണ്ടേ. മേലക്കൊരു വഴിയുണ്ട്. ഇങ്ങനെ ആയിട്ടോ വഴി കാണുന്നത്. ഗൂഗിൾ മാപ്പിലുള്ള വഴി അനുസരിച്ചിട്ടാണ് വന്നേ. അധികം ആൾക്കാർ പരിചയമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടോ. അതാ ഈ കാണാൻ താഴെ കൂടെ നമ്മൾ വന്നത് റബ്ബർ താട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടുത്തെ വ്യൂ അപാര വ്യൂ ആണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ ഇനിയും കയറാനുണ്ട്. ഞാൻ ഏറ്റവും ടോപ്പിൽ കയറി വന്നതാട്ടോ. ഇവിടെ ഒരു ഷെഡൊക്കെ കാണാം, ഞാൻ കാണിച്ചു തരാം. വേറെ ലെവല് കാഴ്ചകളാട്ടോ. ഇവിടെ കണ്ടാൽ ഞങ്ങളൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരെ തന്നെ തോന്നുന്നുണ്ട്. ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് കയറി ആ ഭാഗങ്ങളിലൊക്കെ കാണാം. നല്ല ഹൈറ്റുള്ള മലകളൊക്കെ കാണാം കേട്ടോ. അതൊന്ന് കയറി നോക്കാം. നമ്മളങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഇവിടെ നിരന്നൊരു സ്ഥലം എന്താ ഈ കാണുന്ന സ്ഥലമേ ഉള്ളൂ. ഇതിൽ കൂടെ നമ്മൾ കയറി വന്നേ. ആ മരത്തിൻ്റെ ബാക്കിൽ ആ ഷെഡൊക്കെ കാണണ്ട കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ കേട്ടോ. അവിടെ നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം. പക്ഷേ ഫുള്ള് ഒരു ക്ലാരിറ്റി ഇല്ല, ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ല കേട്ടോ. പിന്നെ ചുറ്റുവട്ടം അടിപൊളി വ്യൂ ആണേ. നിങ്ങൾ ഇവിടെ നല്ല സൺസെറ്റ് ഒന്ന് കിട്ടും, ഉറപ്പാണ്. അടിപൊളിയായിട്ട്. ഇതാ ഇപ്പോൾ സൂര്യനൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വേറെ ലെവല്. അങ്ങനെ സമയം 6:30 മണിയായിട്ടോ. ഇവിടെയായിട്ട് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. നമ്മളങ്ങനെ ടെൻ്റ് അടിക്കുന്നതിന് മുമ്പ് കുറച്ച് പാറ കഷ്ണങ്ങൾ കൊടുന്നു കേട്ടോ. കാരണം ഇവിടെ ടെൻ്റ് അടിച്ച കമ്പി ഉള്ളിലോട്ട് പോകാത്തതുകൊണ്ട് കുറച്ച് പാറ കഷ്ണം കൊടുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചെറുതായിട്ടൊരു കല്ല് തട്ടിയതാ. ഇച്ചിരി കമ്പനി വേണ്ടി ഇളകിയിട്ടോ. ഗായ് സമയം അങ്ങനെ അത് 6:55 ആയിട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. നല്ലൊരു കളറാട്ടോ ആ സൈഡിൽ ഇങ്ങനെ. പിന്നെ ഇതാ നമ്മൾ ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ടെൻ്റൊക്കെ അടിച്ചു സെറ്റാക്കി കേട്ടോ. ഇവിടെ കുറ്റി അടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതാ ഫുള്ള് പാറയിൽ ഓരോ പാറയിൽ ഇങ്ങനെ കയറ് വെച്ച് വലിച്ച് കെട്ടി കേട്ടോ. ഇനി നമ്മളെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ എല്ലാത്തിനും ഉള്ളിലോട്ട് വെക്കണം. ഗായ്സ് അങ്ങനെ സമയം ഇപ്പം 8 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ പാചകം ചെയ്യാനുള്ള പരിപാടിയിലാണ്. ടെൻറ്റിൻ്റെ പുറത്താട്ടോ. ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും പാചകം ചെയ്യാൻ കഴിയില്ല. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇതാ ഇപ്പിൻ്റെ നൂഡിൽസാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം പാർന്ന് വെക്കാം. നമുക്കപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് കാണുന്ന സ്വിച്ച് കുറച്ചങ്ങ് തിരിക്കുക, അധികം തിരിക്കാൻ പാടില്ല കേട്ടോ. നല്ല കാറ്റാണ് അവിടെ. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. നമുക്ക് നല്ല പവർ കൂട്ടിയൊക്കെ ചെയ്യാം, അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ അതിലോട്ട് നമ്മൾ അതിൻ്റെ മസാല ഇടാം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഒന്ന് കുറച്ച് നേരം തിളക്കേണ്ടി വരും. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ജസ്റ്റ് തീ ഒന്ന് പാളി ടെൻറ്റുമേലൊക്കെ കത്തിയ പിന്നെ ടെൻറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ചെറിയൊരു കോമഡി, കുറച്ച് വെള്ളം കൂടിപ്പോയി. ഏതായാലും വെള്ളം കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. 1 minute 37 seconds later. ഗായ്സ് അപ്പോൾ നമ്മുടെ സാധനം ആയിട്ട് ഏകദേശം. നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാം. നല്ല എറുമ്പും പ്രാണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നൂഡിൽസ് തയ്യാറായിട്ടോ. സംഭവം ചെറിയൊരു കോമഡി പറ്റി. എന്താ വെച്ചാൽ വെള്ളം ഏറിപ്പോയി, ഒന്നും പിടിച്ചിട്ടില്ല. മസാലയൊക്കെ ഇതാ അങ്ങനെ ഒഴുകി കളിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഉള്ള പോലെ കഴിക്കാം. ഗൈസ് ഞാൻ വിചാരിച്ച പോലെ നല്ല കേട്ടോ. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കാറ്റും കൊണ്ട്
വിചാരിച്ച പോലെ നല്ല ഞാൻ ഉണ്ടാക്കിയോണ്ടത് പറയാറില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു, പ്രതീക്ഷിച്ചമായിരുന്നില്ല. അപ്പോൾ ഇനി പാത്രം മൂറിയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകട്ടോ. ഇവിടെ ഞാൻ കിടക്കുക. ഇവിടെ വലിയൊരു പാറയുണ്ട്, അതായത് ഭാഗം ഫുൾ പാറ ആയതുകൊണ്ട് ഇവിടെ നല്ല വലിയൊരു പാറയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഇനി ഒരു നൂഡിൽസ് ഉണ്ടാക്കാനും ഒരു പാക്ക് കൂടെ ബാക്കിയുണ്ട്, ചായ ഉണ്ടാക്കണം. പിന്നെ ചിലർക്ക് ഈ സാധനം കണ്ട് നല്ല ഇഷ്ടപ്പെട്ടുണ്ടാവും. വളരെ സിമ്പിൾ ലൈറ്റ് ആൻഡ് വെയിറ്റ് സാധനം കേട്ടോ. പിന്നെ ഇതിന് ലിങ്ക് വേണ്ടവർ, താല്പര്യമുള്ളവർ, ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഉള്ളുന്ന രാത്രിയത്തെ വീഡിയോ. അപ്പോൾ നാളെ രാവിലെ ഇനി കാണാം കേട്ടോ. നല്ല അടിപൊളി സൺറൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ രാവിലെ കാണാം കേട്ടോ. Early the next morning. ഗൈസ്, സമയം അങ്ങനെ രാവിലെ 5:50 കേട്ടോ. പുറത്ത് ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്. ഞാൻ പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. ഇതാ 5:50 ആയിട്ടുള്ളൂ. അധികം വെളിച്ചം വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് നല്ല വെളിച്ചമുണ്ട്. ഇപ്പം അവിടെ സൺറൈസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു, പക്ഷേ കുറഞ്ഞ രീതിയിൽ പെയ്തിട്ടുള്ളതുകൊണ്ട് തീരെ കോടമഞ്ഞൊന്നും തീരെ കാണുന്നില്ല കേട്ടോ. ഈ ഭാഗത്തുനിന്ന് അമ്പലങ്ങളിൽ നിന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കാറ്റാണ്, ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഗൈസ്, അങ്ങനെ കോട അടിച്ച് മിന്നി കയറി കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ രീതിയിലേ ഉള്ളൂ. ആ നേരത്തെ തന്നെ നമ്മളിവിടെ ചായ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഇടണം. സ്ട്രോങ് ആയിക്കോട്ടെ കേട്ടോ. സമയം ഇപ്പോൾ 6:10 ആയിട്ടുള്ളൂ കേട്ടോ. നല്ല വെളിച്ചമൊന്നും വെച്ചിട്ടില്ല, കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്ന് നല്ല ഹൈറ്റുള്ള മലകളുണ്ട് കേട്ടോ, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നല്ല ഹൈറ്റുള്ള മലകളാണ്. ഏകദേശം അതും കക്കാടംപൊയിൽ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക കേട്ടോ. ഇനി നമ്മളങ്ങനെ ടെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു വ്യൂ ആസ്വദിക്കാനാട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നൂഡിൽസും ചായയും റെഡി ആയിട്ടോ. അപ്പോൾ ഇനി കഴിക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ ചായ കുടിച്ച് സെറ്റായിട്ടോ. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ കാണുന്ന സ്ഥലത്ത് നല്ല അടിപൊളി സൺറൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് നേരം. ഗായ്സ്, അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അവിടെ ഉദിക്കാനുള്ള പരിപാടിയാണ്. കാരണം അവിടെ അലാക്കിൻ്റെ ഔലിങ്കഞ്ഞി മലകളുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏകദേശം അത് കോഴിക്കോട് കക്കാടംപൊയിൽ ഭാഗം കേട്ടോ. നല്ല ഹൈറ്റുള്ള മലകളാട്ടോ. ആകാശം മുട്ടങ്ങനെ തട്ടി നിൽക്കുന്ന രീതിയിലാണ് തോന്നുന്നത് കണ്ടാൽ. എന്തൊരു ഹൈറ്റ് അറിയാം. അങ്ങ് തല വരെ അതിൻ്റെ ടോപ്പ് ഭാഗമൊന്നും കാണില്ല, ഫുൾ കോട മഞ്ഞ് ആ ഭാഗങ്ങൾ. കിടിലൻ സൺറൈസ് ആട്ടോ, വേറെ ലെവല്. പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ ഏറ്റവും മേലത്തെ കവറാട്ടത്. ഇത് കുറച്ച് മഴ ഇതാണ്, കുറഞ്ഞ രീതിയിൽ വെള്ളം ഉണങ്ങാനുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ തന്നെ ഉണങ്ങി. ഇനി നമ്മളെ ഇതുകൂടി മടക്കണം. ഇതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് ഇനി ബാഗിലോട്ട് ആക്കിയിട്ട് ടെൻറ്റ് മടക്കി വീട്ടിൽ പോകണം. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ
അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.